യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിക്കുകയാണ്, റബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? അപ്പോൾ യേശു മുഖത്ത് നോക്കി കാര്യം പറയുകയാണ്, നിങ്ങൾ എന്നോട് ഇത്ര താല്പര്യം കാണിക്കുന്ന കാരണം എന്താണ്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ എന്നോടുള്ള ക്ഷേമത്തിൻ്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിന്നാൻ കിട്ടി. ശരിയാണ്, പല ദിവസമാണ് ഈ 5,000 പേർക്കായിട്ട് വർദ്ധിപ്പിച്ചത്. അപ്പോൾ അപ്പവും നല്ല ഉഗ്രം മീൻകറിയൊക്കെ കൂടി അവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം കർത്താവ് അന്ന് കടൽ കടന്ന് അപ്പുറത്തെത്തി എന്നുള്ളത് അവർ മനസ്സിലായി. ശിഷ്യന്മാർ നേരത്തെ പോയത്, പിന്നെ എങ്ങനെ ഇവർ കടൽ കടന്നെത്തി? അവൻ അത്ഭുതപ്രവർത്തനം തന്നെ. അപ്പം ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ടാണ് അവർ ഈശോയുടെ അടുത്തിലേക്ക് വന്നത്. നിങ്ങളുടെ കൂടെ കൂടിയ മെച്ചമുണ്ട്, അങ്ങനെയാണല്ലോ, മെച്ചമുള്ളിടത്താണ് ആൾക്കാരെ അടിച്ചു കൂടുന്നത്. അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ മെച്ചം കണ്ടുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എന്താണ് ഭൗതികമായിട്ടുള്ള അപ്പം തിന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ആകണം എന്നാണ് കർത്താവ് പറയുന്നത്? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എന്താണ് പറയുന്ന വചനം? ആ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒന്നും കൂടി പറയണത് ഒന്ന് ഏറ്റു പറയാൻ പറ്റുമോ? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കും. നമ്മൾ നല്ല സമയം ചിന്തിക്കാൻ പോകുന്നത് നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തെ പറ്റിയാണ്. എന്താണ് ഈ സാധനം? അതിനുവേണ്ടി അധ്വാനിക്കാൻ ഈശോ പറയുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യൻ അധ്വാനിക്കണമെങ്കിൽ അവനൊരു ലക്ഷ്യമുണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ തെങ്ങ് വെട്ടികൾ, കുറേ നമ്മുടെ ഫ്രണ്ടിൽ തെങ്ങുണ്ട്. അത് അവർ വന്ന് രാവിലെ ഒരു അടക്കമുള്ള വെച്ച് അല്ല, ഇപ്പോൾ ഇലക്ട്രിക്കാണ് എല്ലാ കാര്യം. അപ്പോൾ അവർ അധ്വാനിക്കുമ്പോൾ അവർക്ക് ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? കുറച്ച് സമയത്ത് അധ്വാനം കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം തെങ്ങ് വെട്ടിക്കളയാനായിട്ട്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ശമ്പളം കിട്ടുക, അല്ലെങ്കിൽ പണിയെടുത്ത കാശ് കിട്ടുക. നമ്മുടെ ലക്ഷ്യമുള്ളതിന് കൊണ്ടാണ് മനുഷ്യൻ അധ്വാനിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അപ്പത്തിനോട് അധ്വാനിക്കുവിൻ. അപ്പോൾ ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മനുഷ്യന് അധ്വാനിക്കാനായിട്ട് തോന്നുകയുള്ളൂ. ഇന്ന് പല മനുഷ്യരും ഈ നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടിയിട്ടല്ല അധ്വാനിക്കുന്നത്, അന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിന് തെറ്റൊന്നുമില്ല കേട്ടോ, തീർച്ചയായിട്ടും നമുക്ക് അന്നത്തെ അപ്പം ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ അന്നത്തെ അപ്പം കിട്ടി, പിന്നെയും കിട്ടി, പിന്നെയും കിട്ടി, എന്നിട്ടും തൃപ്തിയാവില്ല. പിന്നെയും പിന്നെയും ഈ നശ്വരമായ അപ്പത്തെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. അതിലപ്പുറം പോകാനായിട്ട് മനുഷ്യന് കഴിയുന്നില്ല. തങ്ങളുടെ ജീവിത നേട്ടമായിട്ട് ഇത്രയും വർഷം അധ്വാനിക്കുന്ന ഒരു 10-80 വയസ്സുള്ള ഒരു ചേട്ടനോട് ചോദിച്ചു നോക്ക്, ചേട്ടൻ എന്തൊക്കെയാണ് അധ്വാനിച്ചുണ്ടാക്കിയത് എന്ന് ചോദിച്ച് ചേട്ടൻ പറയും, ഞാൻ വീട് ഞാൻ ഉണ്ടാക്കി, 2-3 കാറ് അവിടെ കെട്ടി കിടക്കില്ലേ, അതെൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഒരു 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു 10-15 പവൻ ബാങ്കിൽ കിട്ടുന്നു. കഴിഞ്ഞു. നമ്മുടെയൊക്കെ അധ്വാനത്തിന്റെ ലക്ഷ്യം പലപ്പോഴും ഇതാണ്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ്. കാരണം ആത്മീയമായിട്ടുള്ള ഈ നേട്ടം അല്ലെങ്കിൽ നിത്യജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ മനുഷ്യത്വം നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം. ചിന്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കണം. ഞാനത് പറയുമ്പോൾ ഒട്ടേറെ മനുഷ്യർ ഇന്ന് ഈശോ നൽകുന്ന ഈ നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനോട് അധ്വാനിക്കുന്നുണ്ട് കേട്ടോ. അത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഞാനൊരു മനുഷ്യൻ്റെ ഫ്യൂണറലിന് പോയി. അദ്ദേഹം നമ്മുടെ എറണാകുളം തിരുപ്പതിയുടെ
എന്താണ് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാ മാസവും ഒരു 100 പേരെ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ധ്യാന സെൻ്ററാണ്. അവിടെയും മദ്യപിക്കുന്ന ആളുകളെ അവരവിടെ ചെന്ന് ഒരു ആഴ്ച ധ്യാനം കൂടി തിരിച്ചു വരും. ഒരു 10 പേരെങ്കിലും രക്ഷപ്പെടും. എന്നുവെച്ചാൽ അവർ പിന്നീട് മദ്യത്തിലേക്ക് പോകില്ല. അപ്പോൾ ഇതേ പ്രത്യേകിച്ച് ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോൺ മിനിസ്ട്രിയാണ്. ദൈവം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് എപ്പോൾ ചിലപ്പോൾ ബാറിലിരിക്കുമ്പോഴായിരിക്കും ഒരുത്തനെ വിളിക്കുന്നത്. ചിലപ്പോൾ അവൻ എന്തെങ്കിലും വീട്ടിലെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ പ്രശ്നമായിട്ട് ബാറിലേക്ക് പോകണമായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കോൾ വന്നത്. ഉടനെ അദ്ദേഹം തിരിച്ച് സൈക്കിൾ എടുത്ത് അല്ലെങ്കിൽ പട്ട വാഹനത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം ഇങ്ങനെ ഒട്ടേറെ മനുഷ്യരെ ഈ മനുഷ്യൻ ഇതുപോലെ ഫോൺ മിനിസ്ട്രി നടത്തി രക്ഷപ്പെട്ടു. അദ്ദേഹം ഒരു ബാറ്ററി ദിവസം റിട്ടയർഡായി. അദ്ദേഹത്തിന് ഭാര്യ 3 മക്കളുണ്ട്. ഒരു മകൻ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ റോബോട്ടിക് സർജറി ചെയ്ത ഡോക്ടറാണ്. 2 മക്കൾ നല്ല നിലയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ തന്നെ ഒരു ദിവസത്തെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, അച്ഛൻ ഒരു വ്യക്തി രക്ഷപ്പെട്ടാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഒരു കുടുംബം രക്ഷപ്പെട്ട് കാണുമ്പോൾ അച്ഛൻ അറിയില്ല എൻ്റെ ആനന്ദം എന്തുമാത്രമാണ്. നിത്യജീവനിലേക്ക് നിയോഗം കിട്ടിയ ഒരു വ്യക്തിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു ദാനമാണ് കേട്ടോ. എല്ലാവർക്കും അത് കിട്ടണമെന്നും ദൈവം പറയുന്നുണ്ട്. അത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടല്ലാതെ ഒരുത്തനും എൻ്റെ അടുക്കൽ വരാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം പറയുന്നത് ഒരു കുടുംബം രക്ഷപ്പെട്ടു. അത് എനിക്ക് വളരെ ആനന്ദമാണ്. വേറൊരു വ്യവസായിയായ മനുഷ്യൻ എനിക്കറിയാം. കോടികളാണ് അദ്ദേഹം ടേണോവർ എന്ന് വെച്ചാൽ നല്ലൊരു ലാഭം ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. അത് എല്ലാ വർഷവും 10% വീതം മാറ്റിവെക്കും. അദ്ദേഹം അത് അശരണരായിട്ടുള്ള ആൾക്കാർക്ക്, രോഗികളായിട്ടുള്ള ആൾക്കാർക്ക്, ക്ലേശം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു വർഷമായി. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ പറ്റി മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ ഒന്നും അല്ലാത്തവനായിരുന്നു, ഇന്ന് ദൈവം എനിക്ക് എല്ലാം തന്നു. ആ ദൈവത്തിന് അവൻ നന്ദിയാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ്. ഇപ്പോഴുള്ള നമ്മുടെ ലോകത്ത് നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. നിത്യജീവിത ലക്ഷ്യം വെച്ച് അവർ പ്രവർത്തിക്കുകയാണ്, ജീവിക്കുകയാണ്. നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക അതാണ്. ഈ ലോകത്തിന്റെ മറിമായങ്ങൾ കടന്നു പോകും കേട്ടോ. വയനാട്ടിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം. രാത്രി ഉറങ്ങാൻ കിടന്നവരാണ്. ഈ മുല്ലപ്പെരിയാറ് അവിടെ തലക്കി നിന്നിട്ടുണ്ട്. എപ്പോഴാണ് പൊട്ടരെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. നിത്യജീവന് അത് നഷ്ടപ്പെടരുത്. നമ്മുടെ പൂർവികർ നമുക്ക് അനുസരിക്കുന്ന മാതൃക അതാണ്. തോറ്റത്തിന്റെ പുസ്തകത്തിൽ എന്താണ്? അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് കൊട്ടാരത്തില് വലിയ തസ്തികയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ നിത്യജീവിതത്തിൽ നിയോഗം കിട്ടിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതശൈലി നമുക്ക് ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച്, ഞാൻ ലോകത്ത് ജീവിതകാലം അത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. ഇത് പൊക്കി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നതല്ല. അത് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് കുറിച്ചു വയ്ക്കുന്നതാണ്. വരും തലമുറകൾ മനസ്സിലാക്കി നിത്യജീവിതം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പറ്റി അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച്, ഷൽമനേസറിന്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ടല്ലോ. വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, നഗ്നം വസ്ത്രം നൽകി. എൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിലവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ, എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ യഹൂദരാണ്. അപ്പോൾ യഹൂദനായ ഒരുത്തൻ്റെ മൃതശരീരം മറവ് ചെയ്യാണ്ട് കിടക്കാൻ പാടില്ല. ഏതെങ്കിലും യഹൂദൻ കണ്ടാൽ അത് മറവ് ചെയ്തോളണം, അത് നിയമമാണ്. അപ്പോൾ ഇദ്ദേഹം ദൈവവചനത്താൽ നയിക്കപ്പെട്ടവരായിരുന്നു എന്നുള്ളതിന് തെളിവാണത്. പറയുകയാണ്, എൻ്റെ ജനത്തിന് ആരുടെയെങ്കിലും മൃതശരീരം നിലവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ ഞാൻ സംസ്കരിക്കുമായിരുന്നു. യൂദായിൽ നിന്ന് ഒളിച്ചോടി വന്ന ആരെങ്കിലും സെന്നാക്കരിം രാജാവ് വധിച്ചാൽ ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും. വളരെ പേർ അവരുടെ കോപാഗ്നിയിൽപ്പെട്ട് മരിച്ചു. രാജാവ് മൃതദേഹങ്ങൾ അന്വേഷണം കണ്ടില്ല. ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതെന്ന് നിലവക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു. അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടതായിട്ട് പറയുകയാണ്. പിന്നീട് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാജാവിനെ അദ്ദേഹത്തിന് പുത്രന്മാർ തന്നെ വധിക്കുകയും അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച്,
വീട്ടിലെത്തി എനിക്ക് ഭാര്യ അന്യയെയും പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി. 7 ആഴ്ചയുടെ ഉത്സവമായ പെന്തക്കോസ്ത് തിരുനാളായിരുന്നു. എന്റെ ബഹുമാനത്തിനെ തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിലിരുന്നു. ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകളോട് പറഞ്ഞു, മോനെ പോയി നമ്മുടെ സഹോദരനിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരും, ഞാൻ കാത്തിരിക്കാം. അവൻ പോയി വന്നിട്ട് പറഞ്ഞു, പിതാവേ, നമ്മുടെ ജനത്തിൽ ഒരാളെ ആരോ കഴുത്ത് ഞരിച്ച് കൊന്ന് ഇതാ ചന്തസ്ഥലത്ത് തള്ളിയിരിക്കുന്നു. ഭക്ഷണം തൊട്ടു നോക്കുക പോലും ചെയ്യാതെ ഞാൻ അങ്ങോട്ടേക്ക് പോയി. സൂര്യാസ്തമയം വരെ ശവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു. ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് അതീവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു. ആമോസ് പ്രവാചകരുടെ വാക്കുകൾ ഓർമ്മയിൽ വന്നു, നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമയമായും നിങ്ങളുടെ ആനന്ദത്തിനുറപ്പുകൾ വിലാപമയമാണ്. ഞാൻ പറഞ്ഞു, സൂര്യാസ്തമയത്തിന് ശേഷം ഞാൻ ചെന്ന് കുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞാൻ കരഞ്ഞു. സൂര്യാസ്തമയത്തിന് ശേഷം ഞാൻ ചെന്ന് കുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു. അയൽക്കാരനെ പരിഹസിച്ച് പറഞ്ഞു, ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് അവൻ ഭയമില്ലല്ലോ, ഒരിക്കൽ നാട് വിട്ട് ഓടിയവനാണ്, എന്നിട്ടും ഇതാ പഴയപടി മനുഷ്യരെ സംസ്കരിക്കും. അപ്പോൾ നിത്യജീവൻ ലക്ഷ്യം വെച്ച് ഓടുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. ജീവിതം എപ്പോൾ വേണമെങ്കിലും തീരും, പക്ഷെ എനിക്ക് ഉണ്ടോ? ഇതാണ് നിത്യജീവന്റെ അപ്പം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, അത് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. അത് ദൈവത്തിന്റെ നീതിയും സത്യവും ഈ ലോകത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനുള്ളിലുണ്ടാകുന്ന തീവ്രമായ ആഗ്രഹമാണ്. അത് ദൈവത്തിന്റെ സത്യവും നീതിയും ഒരു വ്യക്തി ജീവിതത്തിൽ അവനാവുന്നത് കാണിച്ചു കൊടുക്കുന്നതാണ്. അതാണ് നിത്യജീവന്റെ അപ്പം എന്ന് പറയുന്നത്. കാരണം ഇപ്രകാരം അവൻ പ്രവർത്തിക്കുമ്പോൾ ആ സമരക്കാരിയോട് ഈശോ പറഞ്ഞതാണ്, ഞാൻ നൽകുന്ന ജലം അത് നീ കുടിച്ചാൽ അത് നിനക്ക് നിത്യജീവനിലേക്കുള്ള അരുവിയാകും. ആ ജലം കിട്ടണമെങ്കിൽ നീ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരണം, എന്നാലും നിനക്ക് ജലം തരുള്ളൂ. ഇപ്പോഴാണ് പറയുന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അവളുടെ പാവാവസ്ഥയിലേക്കാണ് ഈശോ കിടന്നുകൊണ്ടത്. അപ്പോൾ നീ അതൊക്കെ മാറ്റി നീ വാ, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വാ, നിന്റെ യഥാർത്ഥ ഭർത്താവ് വരട്ടെ എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം മനസ്സിലാക്കി ഇന്ന് മനുഷ്യൻ ജീവിക്കുക കപടതയും വഞ്ചനയും, എന്താ പറയുക, പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ, ഓരോ ദിവസവും TV കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല അല്ലേ? ഭക്ഷണം കഴിക്കാൻ പോലും തോന്നില്ല. മനുഷ്യൻ്റെ ഉള്ള സന്തോഷവും സമാധാനം ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. മനുഷ്യരൊക്കെ നിറഞ്ഞ ആടുകയാണ്. ദൈവവചനം മനസ്സിലില്ല, തോന്നണ വഴിക്ക് പോവുകയാണ്. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഒരിക്കലും സമാധാനമില്ലല്ലോ, സന്തോഷമില്ലല്ലോ. അതിനെന്താ പറയുന്നത്, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞ് നിന്റെ സമാധാനം അധികം ഒഴുകുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിത്യജീവിതം ലക്ഷ്യം വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇതാണ് ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നത്. ഈ പ്രകാരം നിയോഗം നമുക്ക് അത് ദൈവം നമുക്ക് നൽകുന്ന നിയോഗമാണ്. അതനുസരിച്ച് പോകാനാണ് നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നവരാകാതെ നിത്യജീവൻ നൽകുന്ന അനശ്വരമായ അപ്പം. അനശ്വരമായ അപ്പം എന്ന് പറയുന്നത് ഈശോയാണ്, ദൈവമാണ്. എൻ്റെ ഹൃദയത്തിലാണ് അവിടെ വസിക്കുന്നത്. അവിടത്തേക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലോകം ജീവിക്കേണ്ടത്. ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ ജീവിക്കേണ്ടത് എന്ന സങ്കീർത്തനമാതിരി ഞങ്ങൾ ഈ അവസരം പോകുന്നു. അപ്രകാരം ഞങ്ങളുടെ തൊഴിലിലും ഞങ്ങളുടെ അനുദിനമുള്ള ഇടപെടലുകളിലൊക്കെ ദൈവമേ സത്യസന്ധതയോടെ നീതിബോധത്തോടെ ജീവിക്കാൻ, അപ്രകാരം ഞങ്ങളുടെ ലോകത്ത് അങ്ങയുടെ മക്കളായി ജീവിച്ച് സ്വർഗത്തിൻ്റെ വ്യക്തികളായിട്ട് മാറി അവസാനം നിത്യജീവിതം നേടാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കുകയും ഓരോ ദിവസവും നമ്മുടെ പരിശുദ്ധമായ അങ്ങ് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്നത് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരനും എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ